ന്യൂയോർക്കിലെ ഹഡ്സൺ നദിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് പൈലറ്റ് അടക്കം 6 പേർ മരിച്ചു എന്നാണ് പറയുന്നത്. സങ്കടകരമായ വാർത്തയാണ്. മരിച്ചവരിൽ 3 പേർ കുട്ടികളാണെന്നാണ് വിവരം. സ്പെയിനിൽ നിന്നെത്തിയ വിനോദസഞ്ചാര സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മധു കൊട്ടരക്കര അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് ചേരുകയാണ്. മധു കൊട്ടരക്കര, ഇവിടെ ഗുഡ് മോർണിംഗ്, അവിടെ ഗുഡ് ഈവനിങ്. അന്ന് അവിടെ ടൈം സ്ക്വയറിൽ സാദിഖ് അലി തങ്ങളെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് നിർത്തിയത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ആദ്യമായി സാദിഖ് അലി തങ്ങളെ അവിടെ ടൈം സ്ക്വയറിൽ മുണ്ടുപിടിച്ച് നിർത്തിയത് മധു കൊട്ടരക്കരയാണ്. കയ്യിൽ ഇതുള്ള പരിപാടിയുണ്ട്. അത് പോട്ടെ. അപ്പൊ ഇതൊരു ഈ വാർത്ത ചിരിക്കാനുള്ള വാർത്ത, സങ്കടകരമായ വാർത്തയാണ്. അവിടെ ഉണ്ടായത് എങ്ങനെയാണ് മധു? ഈ പരിക്കുള്ളവർ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഹാഷ്മി. വി കെ ന്യൂയോർക്കിലെ ഹഡ്സൺ നദിയിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണ് 3 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടത്. സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ 5 പേരും അതുപോലെ ഈ പൈലറ്റ് അമേരിക്കക്കാരനാണ്, ഇവരാണ് കൊല്ലപ്പെട്ടത്. വിനോദസഞ്ചാരത്തിന് വേണ്ടി സ്പാനിഷിൽ നിന്ന് എത്തിയതായിരുന്നു ഈ കുടുംബം. സിമൻസ് ഓട്ടോമേഷനിൽ അഗസ്റ്റിൻ ഇസ്കോബാർ എന്ന ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കുട്ടികൾ 4 വയസ്സ്, 5 വയസ്സ്, 11 വയസ്സ്, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇത് കൂടാതെ പൈലറ്റുമാണ് കൊല്ലപ്പെട്ടത്. ബെൽ 206 2 ബ്ലേഡ് ഹെലികോപ്റ്ററാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപകടത്തെ പറ്റിയുള്ള ആദ്യ സൂചനകൾ ലഭിക്കുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:17 15 മിനിറ്റിന് ശേഷമാണ്, പറന്നുയർന്ന് 15 മിനിറ്റിന് ശേഷമാണ് ന്യൂജേഴ്സി ഭാഗത്തേക്ക് തിരിയുമ്പോഴാണ് ജോർജ് വാഷിംഗ്ടൺ പാലത്തിന്റെ മുകളിൽ നിന്ന് തിരിഞ്ഞ ഈ ഹെലികോപ്റ്റർ നിയന്ത്രണം നഷ്ടപ്പെട്ട് നദിയിലേക്ക് വീണത്. രക്ഷാപ്രവർത്തന ബോട്ടുകളൊക്കെ ഉടൻ പുറപ്പെട്ടെങ്കിലും 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മറ്റ് 2 പേരെ തൊട്ടടുത്ത ജേഴ്സി സിറ്റി മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവർ മരിച്ചതായി പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. അപകടത്തിന്റെ കാരണം ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത് മൻഹാട്ടന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള വെസ്റ്റ് വില്ലേജിന്റെ സമീപത്താണ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ക്യാമ്പസുമൊക്കെ ഈ ഭാഗത്തായിട്ട് വരും. സൈറ്റ് സീയിങ് കമ്പനികൾ, അതുപോലെ ടെലിവിഷൻ, ന്യൂസ് സ്റ്റേഷനുകൾ, പോലീസ് എന്നിവരൊക്കെയാണ് ഈ ബെൽ 206 സാധാരണയായി ഉപയോഗിക്കുന്നത്. ഹാഷ്മി, എസ് കെ എൻ.